ഉണ്ടാവും. പക്ഷെ ഈ സമയം മെന്റലിസം വർക്ക് ആവാൻ സാധ്യത. കാരണം ഇപ്പോൾ വയറ് വർക്ക് ചെയ്യുന്ന സമയമാണ്, നാവും വയറും ഒക്കെ വർക്ക് ചെയ്യുന്ന സമയമാണ്. മൈൻഡ് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്കെങ്കിലും നമ്മുടെ കിട്ടിയ ആ സാഹചര്യത്തിൽ വെച്ച് കുറെ കുട്ടികളെ ഇതിന്റെ അടുത്തേക്ക് വരേണ്ടി വരും. വിളിക്കുമ്പോൾ ഒരുവിധം മുതിർന്ന കുട്ടികൾ, ഒരു 15 വയസ്സിനൊക്കെ മേലുള്ളവരാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. കുഞ്ഞു കുട്ടികൾ വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി എന്റെ അടുത്തേക്ക് വരുമ്പോ, ഒരു മുതിർന്ന കുട്ടി, എല്ലാവരും സൈലന്റ് ആയിട്ടിരിക്കണം. ഏതെങ്കിലും ഒരു മുതിർന്ന കുട്ടി, മുതിർന്ന കുട്ടി കുഴപ്പമില്ല, മുതിർന്നവരാണെങ്കിലും വരാം. ഒരു സ്റ്റേജിൽ നിൽക്കാനായിട്ട് എനിക്കൊരു പെൺകുട്ടിയെ പേടിയൊക്കെ ഭയമൊക്കെ ഉള്ള കുട്ടികളുണ്ടല്ലോ, കുറച്ച് സ്റ്റേജിൽ വരാൻ പേടിയൊക്കെ ഉള്ള കുട്ടികൾ, അവർ നമുക്കൊരു കോൺഫിഡൻസ് ബിൽഡറുടെ ആക്കാമായിരുന്നു. സ്റ്റേജിലേക്ക് വരാൻ എനിക്ക് എല്ലാവരും വേണം, ഒരേ ആൾക്കാരെ വേണം. ഭക്ഷണം കയ്യിൽ വായി വെച്ചോണ്ടെന്നാലും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഒരു കാര്യം ചെയ്യാൻ, ഞാനിവിടെ എന്തെങ്കിലും കഴിച്ചോണ്ടൊന്നും ചെയ്യുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. ഏതെങ്കിലും ഒരാൾ പെൺകുട്ടികളാണ്, അവരുടെ മനസ്സ് വളരെ സോഫ്റ്റ് ആയിരിക്കും, മൃദുലമായിരിക്കും. ഓക്കെ, ആർക്ക് വേണം? ഒരു 10-12 വയസ്സിന് മേലുള്ള കുട്ടികളാണ്, കുഴപ്പമില്ല. എല്ലാവരും വലിയ കുട്ടികളാണ് അല്ലെ, ചെറിയ കുട്ടികളാരും ഇല്ല. പേരൻസിനൊക്കെ കുട്ടികൾക്ക് കോൺഫിഡൻസ് കുറവാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പറഞ്ഞുവിടാം. നമുക്ക് കോൺഫിഡൻസ് ഒക്കെ ഒരു 100 ഗ്രാം കോൺഫിഡൻസിന് കൊടുത്തുവിടാൻ പറ്റും. നല്ല കോൺഫിഡൻസ് ആണ്. മോനെ പറയുക, ശരി, എനിക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ശരി, എനിക്കാണ് കേട്ടോ. മോന്റെ പേര് ലിജേഷ്, എന്തായിരുന്നു പേര്? അക്ഷയ്. എന്തെങ്കിലും ഒരു സ്റ്റുഡന്റ് ആയിരുന്നോ? ഓയോ, ഓക്കെ ഓക്കെ. ഏതൊരു നിങ്ങൾ ഓൺലൈനാണ് പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ പേടിയില്ലേ? ചെറിയൊരു പേടി. ഓക്കെ, അപ്പൊ പേടിയുണ്ട്. നമുക്ക് ഈ പേടി ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. വാസ്തവത്തിൽ ഐ നോ ദാറ്റ് ഐ ആം നോട്ട് വെരി കോൺഫിഡന്റ് എന്താണ് ഈ കുട്ടി മനസ്സിൽ പറയുന്നത്. ഇതൊക്കെ പിടിച്ച് കാണിക്കോ? എന്താ പറയുന്നത്? I am not very confident. ഈ കോൺഫിഡൻസ് ഇവിടെ എനിക്ക് വേണം, എങ്കിൽ മാത്രമേ അടുത്ത ആക്ടിവിറ്റി എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ മോനോ കണ്ണടച്ചൊന്ന് മനസ്സിലാക്കി, I am very confident എന്ന് വിചാരിക്കുക. I am very confident. I am going to be very confident. I will be very confident throughout my life. ഇത് നമ്മുടെ പ്രേമം നടന്ന ചർച്ചകൾ നടന്ന പ്രാർത്ഥനയല്ല കേട്ടോ. I am very confident. I am going to be very confident here. I am very confident. Very good. ഇനി ഇതിൽ എഴുതിയിരിക്കുന്ന I am not very confident എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ കൊച്ചിന്റെ മനസ്സിലുള്ള ഭയത്തെ ഈ സ്റ്റേജിൽ വെച്ച് തന്നെ കത്തിച്ച് കളയാൻ പോവാണ്, ചാമ്പലാക്കി കളയാൻ പോവാണ്. ശരി, പിടിച്ചോളൂ. പക്ഷേ ഇത് മാത്രം കത്തിപ്പോയില്ല. എനിക്ക് ഇത് വേണ്ടത് കോൺഫിഡൻസ് ഉള്ള ഒരു കുട്ടിയാണ് സ്റ്റേജിൽ വേണ്ടത്. അപ്പൊ മോൻ വളരെ വളരെ അധികം കോൺഫിഡൻസ് ആണ് കേട്ടോ. അയ്യോ കുഴപ്പമില്ല, പോരും 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 പോരും. നമ്മൾ വളരെ പാട്ടുകാരല്ലേ, വരിക. അടുത്ത ഒരാളെ എനിക്ക് കാണാൻ, അടുത്ത ഒരാളെ. അപ്പൊ ആ കുട്ടി കുറച്ച് കോൺഫിഡൻസ് കൊടുത്തിട്ടുണ്ട്. അടുത്ത ഒരാളെ എനിക്ക് വേണമായിരുന്നു, വളരെ അത്യാവശ്യമായിട്ട്. മുതിർന്ന ആളാണ് പോരും. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല നിങ്ങൾക്ക്. പക്ഷെ എനിക്ക് ഒരു കാര്യമുണ്ട്, എന്തെല്ലാം പറഞ്ഞു പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സാണ്, ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലാണ്. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം,
എന്തെങ്കിലും ഒരു ബുക്കുണ്ട്. ഈ ബുക്കില് ഓക്കെ തീർച്ചയായിട്ടും രാകേഷ് ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ബുക്കില് ഏതാണ്ട് ഒരു പേജിൽ 300 വാക്കുകളുണ്ട്. അതായത് 320 പേജിൽ 19,400 വേർഡ്സ് ഉണ്ടാവും ഇതിനകത്ത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മറക്കണോ വേണ്ട, ഞാൻ ഈ പേജ് തന്നെ മറക്കുകയാണ്. ഈ പേജില് ആദ്യം കാണുന്ന വേർഡ് ഏതാണെന്ന് പറയോ? എന്നോട് പറയണ്ട, മനസ്സിലോട്ടാ മതി. ആദ്യം കാണുന്ന ഒരു ഹെഡിങ് ആണോ? ഹെഡിങ് ആണോ? ചാപ്റ്റർ ഹെഡിങ് ആണ്. അപ്പോൾ തുടങ്ങുന്ന വാക്ക്, ആ തുടങ്ങുന്ന വാക്കാണ് ഞാൻ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നോക്കുന്നത്. ഞാൻ അടച്ചു വെക്കുകയാണ്, ബുക്ക് എനിക്ക് ആവശ്യമില്ല. ആ വാക്ക് മനസ്സിൽ പറയൂ, 4 പ്രാവശ്യം മനസ്സിൽ പറയൂ. ഒരു 4 ലെറ്റർ വേർഡാണോ? 4 ലെറ്റർ വേർഡാണോ? അതെ. അതൊന്നുകൂടെ മനസ്സിൽ പറയൂ. എല്ലിലാണോ വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? L. Answer, I am not lost. I am not lost here. Lost എന്ന വാടാണ്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ലോസ്റ്റ് എന്ന വേർഡാണ് ഈ ബുക്കിൽ നോക്കിയിട്ട്, അതായത് 98,000 പരം വാക്കുകളിലേക്ക് നോക്കിയിട്ട് ആ ലോസ്റ്റ് എന്ന വേർഡ് അത് കണ്ടുപിടിച്ചു. പക്ഷെ അത് ചെറിയ ലെറ്ററായിരുന്നു. ഇനി ഒരു കാര്യം ചെയ്യും, ഈ ബുക്ക് ഞാൻ എവിടെ തുറന്ന് കാണിക്കാം. തുറന്ന് നോക്കിയിട്ട് ഒരു 10 അക്ഷരങ്ങളിൽ കൂടുതൽ ഏതെങ്കിലും ഒരു വാക്ക് മനസ്സിൽ വിചാരിക്കും. വലിയ വേർഡായിട്ട് അങ്ങനെ കാണിക്കില്ല. 10 അക്കങ്ങളിൽ കൂടുതൽ ഏതെങ്കിലും ഒരു വാക്ക്, 10 ലെറ്റേഴ്സ് വളരെ പരാജയപ്പെടാൻ സാധ്യതയുള്ള ഐറ്റമാണ്. ഓക്കെ, 10 ലെറ്റേഴ്സ് കൂടുതലുണ്ട്. വളരെ പ്രയാസമാണ് ഓർമ്മിക്കാൻ, കേട്ടോ. മനസ്സിലാക്കിയെടുക്കാൻ പാടാണ്. ആ വാക്കൊന്ന് മനസ്സിൽ പറയോ? ഓക്കെ, ഏത് ലെറ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചെറിയ ക്ലൂ തരുമോ? കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ലെറ്ററാണോ അല്ലയോ എന്ന് അറിയണം. ഏത് ലെറ്ററിലാണ് വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏത് ലെറ്ററിലാണ്? എം ആണ്. ഞാൻ സത്യം പറഞ്ഞാല് അങ്ങനെ മനസ്സിൽ പറയോ? ഓക്കെ, ഞാനൊരു മാത്തമാറ്റീഷ്യനാണ്. ഞാനൊരു മാത്തമാറ്റീഷ്യനാണ് ബേസിക്കലി. താങ്കൾ മനസ്സിൽ കിട്ടിയ വാക്ക് ഏതാണ് അറിയോ? മാത്തമാറ്റിക്സ് എന്ന വേർഡാണ്. ആ ബുക്കിൽ നിന്ന്, അതായത് 1,00,000 വാക്ക് വരുന്ന വർഷം എവിടെയോ ഒന്ന് തിരിച്ചു മറിച്ച് അത് നോക്കി കണ്ടുപിടിച്ച വാക്ക്. ഇത് മെന്റലിസമാണ്. തീർച്ചയായിട്ടും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി എനിക്ക് വേണ്ടത് നന്നായിട്ട് വായിക്കാൻ അറിയാവുന്ന, നന്നായിട്ട് പഠിക്കുന്ന മിടുക്കിയായ മിടുക്കനായ ഒരു കുട്ടി എനിക്ക് വേണം. സ്കൂൾ സ്റ്റുഡന്റ് ആണെങ്കിൽ വളരെ നന്നായിരിക്കും. നന്നായിട്ട് വായിക്കാൻ അറിയാവുന്ന, ഇംഗ്ലീഷ് വായിക്കാൻ, ഞാൻ ചോദ്യം ചോദിക്കില്ല, ആരെങ്കിലും മുന്നോട്ട് പറയണോ? എല്ലാവരും വായിൽ ഭക്ഷണമാണ് എനിക്കറിയാം. എങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുന്ന ആർക്കും മുന്നോട്ട് വരാം. സ്റ്റുഡൻസ് ആർക്കും നമ്മൾ നന്നായിരുന്നു. നമ്മളെ പോലെ ധൈര്യമായിട്ടോ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് നിങ്ങൾ സമയം സ്പെയർ ചെയ്യുന്നതിനും ശ്രദ്ധിക്കാനൊക്കെ മനസ്സിലാക്കിയതിനും
വായിച്ചപ്പോൾ താൻ എഴുതിയ പുസ്തകത്തിന്റെ ടൈറ്റിൽ വായിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. നമ്മൾ സാധാരണ വായിക്കാനുള്ള കഴിവ് നഷ്ടമാവുന്നത് നമ്മൾ ഡിസ്ലെക്സിയ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയും അലക്സിയ. അത് കൂടുതലാണ് ഏതെങ്കിലും ബ്രെയിൻ ഡാമേജ് ഒക്കെ പോലെ വരുന്നതാണെങ്കിൽ അലക്സിയ എന്ന് പറയും. ഈ വ്യക്തിക്ക് ഒരു സംഭവം കണ്ടാൽ വായിക്കാൻ സാധിക്കുന്നത് മോളെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ഞാൻ ആ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പോവുകയാണ്. നിമിഷ നേരങ്ങൾക്കുള്ളിൽ മോളിന് ഞാൻ ഏകദേശം 1 മിനിറ്റ് മോളെന്നെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ മോൾക്ക് ഞാൻ കാണിക്കുന്ന ഒരു കാര്യങ്ങളും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. പേടിയുണ്ടോ? പേടിയുണ്ടോ? നാളെ വീട്ടിൽ ചെന്നാൽ പുസ്തകം വായിക്കുമ്പോൾ പുസ്തകത്തിലുള്ള അക്ഷരങ്ങളെല്ലാം എന്തോ ആയിട്ട് തോന്നും. പേടിയുണ്ടോ? പേടിയില്ല. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം the time is not the right time. അതുകൊണ്ട് ഞാൻ ഈ ഒരു അലൈൻമെന്റ് ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിക്കാം എന്നായിരുന്നു. ഓരോ ലെറ്റേഴ്സും ഒന്ന് വായിച്ചു നോക്കിയേ. ഒന്ന് വായിച്ചു നോക്കിയേ. Espiriosi. ഒന്നുകൂടെ വായിക്കും. Very good. You are trying your best, okay? You are trying your best. വിശ്വാസമുള്ള ആളുകളെ എല്ലാം അവിടെ അടുത്ത് ഉണ്ടോ? അതെന്താണ് അവയുടെ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്നാ ശരി, തീർച്ചയായിട്ടും ഇത് വളരെ രസകരമായിട്ട് ഇതാണ്. അതുകൊണ്ട് നമുക്ക് ഇത് സാക്ഷ്യതയെ very good time to eat. Not for so thank you so much for